പ്രഭാത കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം നാം ഇന്ന് ചിന്തിക്കുന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19 അധ്യായം അതിൻ്റെ 21 വാക്യം. യേശു അവനോട്, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നമുക്ക് അറിയാം, ഒരു മനുഷ്യൻ, ഒരു ന്യായശാസ്ത്രി യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നിട്ട് നിത്യജീവൻ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഠിപ്പീര് മുഴുവൻ നിത്യജീവനെക്കുറിച്ചാണ്. കാരണം ഏദൻ തോട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട ദൈവത്തോടു കൂടെയുള്ള അനുഗ്രഹിക്കപ്പെട്ട വാസം നമുക്ക് തിരികെ തരുവാൻ യേശു ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ നിത്യജീവൻ യേശുവിൻ്റെ തിരുരക്തത്താൽ നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. അപ്പോൾ ആ നിത്യജീവനെ കുറിച്ച് കേട്ടിട്ട് ഈ മനുഷ്യൻ വന്ന് ചോദിക്കുക, ഞാൻ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ യേശു ചൂണ്ടിക്കാണിക്കുന്ന അവൻ്റെ കുറവുകൾ. അപ്പോൾ ആ കുറവ് നികത്താൻ ഞാൻ റെഡിയാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ടേ പറഞ്ഞു, നിനക്ക് ഒത്തിരി സമ്പത്തുണ്ട്, നീ സൽഗുണപൂർണനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം. ഒത്തിരി സമ്പത്തുള്ളവനായ ഈ മനുഷ്യൻ ഇത് കേട്ട് വിഷമിച്ച് യേശുവിനെ വിട്ടിട്ട് പോയി. നാമൊക്കെ നമ്മുടെ മാനസാന്തരം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്. നമുക്ക് സത്യമായിട്ട് രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ വികസിപ്പിച്ച് വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ പട്ടിണിയിലും പരിവട്ടത്തിലും ആയിരിക്കുമ്പോൾ, വേദനയിലും ദുഃഖത്തിലും ആയിരിക്കുമ്പോൾ നമ്മുടെ സമസൃഷ്ടങ്ങളുടെ വേദന കാണുവാൻ നമുക്ക് മനസ്സില്ല. അപ്പം നമ്മൾ വളരെ സമ്പത്തിനെയാണ് ദൈവത്തെക്കാൾ അധികമായി നാം സ്നേഹിക്കുന്നത്. അപ്പം വളരെ സമ്പത്തുള്ളവനായതുകൊണ്ട് ആ മനുഷ്യൻ യേശുവിനെ വിട്ട് മാറിപ്പോയതുപോലെ ഇന്നും സുവിശേഷ പ്രസംഗം കേൾക്കുന്ന അനേകരും മുട്ടന്യായങ്ങൾ കൊണ്ട് ഇത് തെറ്റാണെന്ന് വരുത്തുവാൻ ശ്രമിക്കുമ്പോൾ വാസ്തവത്തിൽ അവരുടെ ഉള്ളിൽ ഒരു തിളപ്പുണ്ട്. യേശുവാണ് സത്യദൈവം, രക്ഷാമാർഗം, നിത്യജീവൻ എന്നൊക്കെ അവർക്കറിയാം. പക്ഷേ അവർക്കുള്ളതിനെ വിട്ടിട്ട് ആ കുറവ് പരിഹരിച്ചിട്ട് യേശുവിൻ്റെ പുറകെ വരുവാൻ അവർ തയ്യാറല്ല. അതായത് അവർ ലോകത്തെ സ്നേഹിക്കുന്നു. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലോകത്തെ സ്നേഹിപ്പാനല്ല, കുറവ് നികത്താനാണ് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചത്. അനുഗ്രഹിക്കണമെന്നിൻ്റെ മക്കളെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. വീണ്ടും നമുക്ക് കൂടി വരാം.